സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഔദ്യോഗിക രേഖയാണ് റേഷൻ കാർഡ് എന്ന കാര്യം നമുക്കറിയാം. ഓരോ വ്യക്തികൾക്കും പൊതു തിരിച്ചറിയൽ കാർഡായി റേഷൻ കാർഡ് ഉപയോഗിക്കുകയും ചെയ്യാം. മാത്രമല്ല, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സബ്സിഡി നിരക്കിൽ അർഹരായ കുടുംബങ്ങൾക്ക് ഈ കാർഡിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനും സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ 5 വ്യത്യസ്ത തരം റേഷൻ കാർഡുകളാണ് ഉള്ളത്. PHH അഥവാ മുൻഗണനാ കുടുംബ റേഷൻ കാർഡ്, അന്ത്യോദയ അല്ലെങ്കിൽ AAY റേഷൻ കാർഡ്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള APL റേഷൻ കാർഡ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL റേഷൻ കാർഡ്, അന്നപൂർണ യോജന അഥവാ AY റേഷൻ കാർഡ് എന്നിങ്ങനെ. ഈ കാർഡുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് അർഹരായ കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞ ശേഷം ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട്. അർഹരായവർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കുന്നതിനായി റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള സമയം ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് അറിയിപ്പ്. ഇനിയും മാറ്റാത്തവർ ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാർഡിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. നിലവിൽ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, 25,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വലിപ്പമുള്ള വീടുള്ളവർ, പട്ടികവർഗക്കാർ ഒഴികെ 1 ഏക്കറിൽ കൂടുതൽ പുരയിടമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, 4 ചക്ര വാഹനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയുണ്ടാകില്ല. എന്നാൽ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡ് കൈവശമുള്ള അനർഹർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവരെ കണ്ടെത്താനായി ഭക്ഷ്യവകുപ്പ് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിന്റെ പരിശോധനയിൽ സർക്കാർ ജീവനക്കാർക്കും ആദായ നികുതി അടയ്ക്കുന്നവർക്കും മുൻഗണനാ കാർഡുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത്തരം ലംഘനം കണ്ടെത്തിയതോടെ 8 കോടി രൂപയാണ് ഇതിനായി പിഴ ഈടാക്കിയത്. ഇനിയും ഈ കാർഡുകൾ കൈവശമുള്ള അനർഹരായ കാർഡുടമകൾ അവ തിരിച്ചു നൽകണമെന്നാണ് അറിയിപ്പ്. അതേസമയം മുൻഗണനാ കാർഡുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി സംസ്ഥാനം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് അനുവദിച്ചിരുന്നില്ല. നിലവിൽ മഞ്ഞ, പിങ്ക് എന്നീ കാർഡുകൾക്കാണ് കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത്. നീല, വെള്ള, ബ്രൗൺ കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ പണം ഉപയോഗിച്ചാണ് റേഷൻ അനുവദിക്കുന്നത്. ഇനിയും മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാത്തവർ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി ഡിസംബർ 10-നുള്ളിൽ തന്നെ അപേക്ഷിക്കേണ്ടതാണ്. അതിനായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ കാണുന്ന സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അർഹരായവർക്ക് ഈ സൗകര്യം നഷ്ടപ്പെടുന്നതാണ്.